ഹലോ ഫ്രണ്ട്സ്, 2024 ക്ലീ അങ്ങനെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. പ്രിപ്പറേഷൻ എല്ലാവരും വളരെ സജീവമായിട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രിപ്പറേഷന് നമ്മളാലാകുന്ന എല്ലാ കോൺട്രിബ്യൂഷനും നൽകുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ വരുന്ന 7 ദിവസം ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഈ സീരീസിലുണ്ടാവും. അപ്പോൾ ഈ പരിശീലനത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്, ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട വളരെ ദുഃഖകരമായ എന്നാൽ നമുക്കൊക്കെ വളരെ പരീക്ഷയ്ക്ക് മാത്രമല്ല ജീവിതത്തിൽ ഗുണമായ ചില പാഠങ്ങളുണ്ട്. നീരജ് ചോപ്ര കഴിഞ്ഞ വർഷം നമ്മൾക്ക് സ്വർണം നൽകിക്കൊണ്ട് നമ്മുടെ അഭിമാനമായി മാറിയതാണ്. ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ വെള്ളി വിജയവും വെള്ളി നേടിയതും വളരെയധികം അഭിനന്ദനാർഹം തന്നെയാണ്, ഒരു തർക്കവുമില്ല. 2 ഒളിമ്പിക്സിൽ ആ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത്, ആ ഫോം മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും അദ്ദേഹം സിൽവർ നേടി. പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് ഗോൾഡ് നേടണമായിരുന്നു. അത് ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ത്രോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അവൈലബിളായ 5 ത്രോകളിൽ 4 എണ്ണം ഫൗളായി മാറുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം എറിഞ്ഞതിനേക്കാൾ മികച്ച ത്രോ അദ്ദേഹം ഇവിടെ പുറത്തെടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിനെ അടുത്തൊരു പടിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ലഭ്യമായ ബാക്കി 3 ത്രോകൾ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ നിർണായകമായ സമയത്ത് ആ പെർഫോമൻസ് മൊമെൻറ്റിൽ ഫൗളിലേക്ക് പോയി? അദ്ദേഹം ബോധപൂർവ്വം അത് ചെയ്യില്ല, ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. കാരണം തൻ്റെ 4 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ നിർണായകമായ നിമിഷമായിരുന്നു ആ ഫൈനൽ 5 ത്രോസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും നമ്മളെ കയ്യിൽ മികച്ച ത്രോകൾക്കുള്ള അവസരമുണ്ടെങ്കിൽ പോലും അറിയാതെ നമ്മൾക്ക് വരുന്ന ഫൗളുകളാണ് നമ്മളുടെ നെഗറ്റീവ് മാർക്കുകൾ. ആ രണ്ടാമത്തെ ത്രോയിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ വളരെ വളരെ കുറഞ്ഞ ആ ഒരു ഇതിലാണ് തൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് പോകുന്നത്. അപ്പോൾ ഈ പരിശീലനത്തിന് നമ്മൾ ഇതുവരെ ചെയ്തത് മാത്രം പോരാ. ആ ഡേ ഓഫ് എക്സാം, വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ഹൗ യു ആർ മെയിൻറ്റെയിനിങ് യുവർ കൂൾ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് നിങ്ങളെ സഹായിക്കാനുമാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ വരുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെ 7 ദിവസത്തെ വീഡിയോയിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഗുണകരമായ ചോദ്യങ്ങൾ നമ്മൾ നൽകുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾക്ക് ആഗ്രഹമുണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്കൊരു 100 ഗ്രാം കൂടിപ്പോയതിൻ്റെ പിഴവുണ്ടാകരുത്, നമ്മൾ എറിയുന്ന ത്രോകൾ ഫൗൾ ആകരുത്. സോ കം along with job secure and law eminence and make use of this 7 days to CLE series which is going to help and boost your confidence and help you to perform better. അപ്പോൾ പല കുട്ടികളും എനിക്ക് നൽകിയിട്ടുള്ള സജഷൻസും അവരുടെ റിക്വസ്റ്റും മാനിച്ചുകൊണ്ടാണ് ചില പ്രത്യേക ഏരിയയിലെ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ വീഡിയോയിൽ പറ്റുന്നത്ര ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഒരു ചോദ്യത്തിൽ എങ്ങനെയാണ് അബദ്ധം പറ്റുന്നതും കൂടെ ഞാൻ പറയുന്നത് കൊണ്ട് ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ 3-4 മറ്റു ചോദ്യങ്ങളും കൂടെ മനസ്സിലാക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് ഞാൻ ഉത്തരം ആദ്യം ഇടുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ വരണം. ദിസ് ഈസ് എ വെരി ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. ദ ഫൗണ്ടേഷൻ സോഴ്സ് ഓഫ് ലോ ഇൻ ഇന്ത്യ, ഫ്രം where the entire other laws get their sanctity or sanction. ഏത് അടിസ്ഥാന നിയമത്തിൽ നിന്നാണ് ബാക്കി ലോകൾക്ക് അതിൻ്റെ കരുത്തും അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റും കിട്ടുക? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഒരു ലോ അല്ല, ലോ മേക്കിംഗ് അതോറിറ്റിയാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ലോ ഇൻ്റർപ്രറ്റിംഗ് അതോറിറ്റിയാണ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിയമമായി ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മാത്രം തന്നെയേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി ഒരു ലോ ആസ്പിറൻറ്റ് നിർബന്ധമായും വിച്ച് ഈസ് ദ പാരൻറ്റ് സോഴ്സ് ഓഫ് ലോ ഓഫ് അവർ കൺട്രി അറിഞ്ഞിരിക്കണം. സോ ദ ഫൗണ്ടേഷൻ സോഴ്സ് ഓഫ് ലോ ഇൻ ഇന്ത്യ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. മുസ്ലിം പേഴ്സണൽ ലോ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൻ്റെ മുന്നേ ഇത് ചോദിച്ചിട്ടുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939 അലൗസ് ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ഓൺലി ടു, അതായത് മുസ്ലിം പേഴ്സണൽ ലോയിൽ സാധാരണഗതിയിൽ തലാക്കിലൂടെ പുരുഷന്മാർക്ക് വിവാഹമോചനം നേടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. മറ്റേതിലും പേഴ്സണൽ ലോയിലുണ്ട്. ബട്ട് 1939 ഈ ആക്ടിൻ്റെ മുഖ്യ ഉദ്ദേശം ദർ ഈസ് ടു ആഡ് ഓൺ ഓർ ടു എംഫസൈസ് എ പ്രൊവിഷൻ ഫോർ ഫീമെയിൽസ് ഫോർ ഡിവേഴ്സ്. അപ്പോൾ മുസ്ലിം മാരേജ് ആക്ട് 1939 വനിതകൾക്കാണ്, സ്ത്രീകൾക്കാണ്
ഡിവേഴ്സിനുള്ള പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അയ്യോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷേ ചില സിനിമയിലെ രംഗങ്ങൾ ഓർത്താൽ തന്നെ നമുക്ക് വരും. മമ്മൂട്ടി നമ്പർ 1 എന്ന സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് രജിസ്റ്റർ എവിടെ, FIR രജിസ്റ്റർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എത്ര മണിക്കാണ് അറസ്റ്റ് ചെയ്തത്? ഈവനിങ്ങിന് ശേഷം വനിതകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കരുത് എന്ന് നിയമമുള്ളത് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന രംഗം ഓർത്താൽ തന്നെ ഇതിൻ്റെ ഉത്തരം എഴുതാം. ഇതിൽ നമ്മൾ CRPSCയോ പുതിയ ലോ ഒന്നും പഠിച്ചോ ഇല്ലെന്നൊന്നും ഇതിൽ ചോദ്യമില്ല. ഇതിൽ നോക്കിയാൽ മതി, സൺസെറ്റിൻ്റെയും സൺറൈസിൻ്റെയും മുന്നേ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പാണ് നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് C ആണ്. അപ്പോൾ ഒരു കോർട്ട് എന്ന് വന്നാൽ പോരാ. കാരണം എന്താ, ഏതെങ്കിലും ഒരു കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് പോയിട്ട് പെർമിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അനുവാദത്തോടു കൂടിയേ സൂര്യാസ്തമയത്തിന് ശേഷമോ രാത്രി അറസ്റ്റ് ചെയ്യരുത്. ആ പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. വീണ്ടും ഒരു ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരു ക്രിമിനൽ കേസിലെ വാദിഭാഗം ആരാണ് വരിക? അതാണ് ഇതിലെ ചോദ്യം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങളെപ്പോഴും ചോദ്യം കാണുമ്പോൾ അതിലെ മലയാള അർത്ഥത്തിലേക്ക് ചിന്തിക്കാൻ പറ്റിയാലേ കറക്റ്റ് ആൻസർ വരുള്ളൂ. കംപ്ലൈൻറ്റ് ഇൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ, പ്രതി ആവില്ലല്ലോ, അക്യൂസ്ഡ് ആവില്ല, അയാളാണ് അപ്പുറത്ത് വരുന്നത്. ഡെപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ? കോടതിയിൽ സാക്ഷിമൊഴി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ അടിയിൽ ആ സത്യവാങ്മൂലം ഒപ്പിടുന്ന ആളെയാണ് നമ്മൾ ഡെപ്പോണൻ്റ് എന്ന് വിളിക്കുക. റെസ്പോണ്ടൻ്റ് സിവിൽ കേസിൽ വരുന്നതാണ്, എതിർ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ കേസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആളെ അല്ലെങ്കിൽ പരാതിക്കാരനെ നമ്മൾ അക്യൂസേറ്റർ എന്ന് വിളിക്കും. ഇംഗ്ലീഷിലെ അക്യൂസർ എന്ന വാക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആരാണോ ആരോപിക്കുന്നത് അയാളെയാണ് നമ്മൾ അക്യൂസേറ്റർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്രിമിനൽ കേസിലെ വാദിഭാഗം ആര് വരുന്നു? ജനറലി ക്രിമിനൽ കേസിലെ വാദിഭാഗം ആരാ വരിക? പ്രോസിക്യൂഷനാണ് വരിക. അത് ശ്രദ്ധിക്കണേ. ഇവിടെ ചോദിച്ചിട്ടുണ്ട് കംപ്ലൈനൻ്റ്. ഇപ്പോൾ ചെക്ക് കേസിലെ പ്രതി ആരാണ്? അക്യൂസ്ഡ്. ചെക്ക് കേസ് കൊടുക്കുന്ന ആളാരാണ്? അക്യൂസേറ്റർ. അതാണ് ഈ ചോദ്യം ആൻസർ ചെയ്യാനുള്ള എളുപ്പവഴി. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ലീഗൽ ടേം ഉത്തരം വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള സംബഡി ലോയർ അസിസ്റ്റിംഗ് ദ കോർട്ട് എന്നായിരിക്കും. അത് തന്നെയാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. എ പേഴ്സൺ ഹു ഈസ് കോൾഡ് ഇൻ ടു ഹെൽപ്പ് എ കോർട്ട് ഇൻ ലീഗൽ മാറ്റേഴ്സ് ഇൻ എനി ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഈസ് കോൾഡ്. ജനറലി അമിക്കസ് ക്യൂറി ഒരു ലോയർ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നാലും എന്തായാലും അറ്റോർണി ജനറൽ ആവില്ലല്ലോ, എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആവില്ല, എന്തായാലും ലിറ്റിഗൻ്റ് ആവില്ല. ലിറ്റിഗൻ എന്ന് പറഞ്ഞാൽ എന്താ? കേസ് നടത്തുന്ന ആൾ. ഇപ്പോൾ കോടതിയെ സഹായിക്കാൻ അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾ ഉത്തരം ഏതാ വരിക? ഇതിൻ്റെ ആൻസർ വരുന്നത് C, അമിക്കസ് ക്യൂറി എന്നാണ്. അമിക്കസ് ക്യൂറി മീൻസ് എ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. ആ കോടതിയിൽ ആ വിഷയത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട്, ഇപ്പോൾ B നിലവറ പത്മനാഭസ്വാമി കേസിൽ അമിക്കസ് ക്യൂരീനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിലെ യഥാർത്ഥ സത്യം, എവിടെ എത്രയാണുള്ളത്, അതൊക്കെ അറിഞ്ഞാലല്ലേ കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമിക്കസ് ക്യൂറി മീൻസ് എ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ലീഗൽ മാക്സിമിലെ ചോദ്യമാണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സും ചാനൽ ഫോളോ ചെയ്യുന്നവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ലീഗൽ മാക്സിംസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ലീഗൽ മാക്സിം അല്ല. ചിലപ്പോൾ നമ്മൾ റെഗുലർലി റെഫർ ചെയ്യുന്ന ഒരു മാക്സിം അല്ല. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, ഒരു ഐഡിയയും കിട്ടില്ല. പ്ലസ് വാലറ്റ് യൂനസ് ഒക്കുലാറ്റസ് ടെസ്റ്റിസ് ക്വാം ഓർട്ടി ഡെസെം, ഒരു പിടി ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. പക്ഷേ ഇതിൽ കീ വേർഡ് എന്ന് പറയുന്നത് ഓക്യുലാറ്റസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഓക്യുലാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നത്. ഓക്കുലാർ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൃക്സാക്ഷി കൊടുക്കുന്ന എവിഡൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1 ഐ വിറ്റ്നസ് ഈസ് ബെറ്റർ ദാൻ 10 ഇയർ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ദൃക്സാക്ഷി കൊടുക്കുന്ന മൊഴി ആ കേസിൻ്റെ ഗതിയെ വളരെയധികം സ്വാധീനിക്കും. അതായത് 10 ചെറിയ റോളുള്ള സാക്ഷികൾ പറയുന്നതിനേക്കാൾ വെയിറ്റേജ് ഉണ്ടാവും 1 ഓക്യുലാറ്റസ് ടെസ്റ്റിമണി ഓഫ് എൻ ഓക്യുലാറ്റസ്. ഓക്യുലാറ്റസ് ടെസ്റ്റിമണി, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ അയാളുടെ മൊഴി. സോ 1 ഐ വിറ്റ്നസ് ഈസ് ബെറ്റർ ദാൻ 10 ഇയർ വിറ്റ്നസ്. അതാണ് ഇതിൽ വരുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റിൽ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിലെന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടോൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ആര് പറഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത. അതായത് രോഗികളെ ചികിത്സിക്കുന്ന പോലെയാണ് പരിഗണിക്കേണ്ടത്. കുറ്റവാളികളെ അല്ലാതെ ജയിലിലിട്ടിട്ട് ശിക്ഷിക്കുകയല്ല വേണ്ടത്, അവരെ ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്.
ഒന്ന് സിമ്പിളായിട്ട് ആ തോട്ട് പ്രോസസ്സ് എന്ന് ലിങ്ക് ചെയ്താൽ നമുക്ക് ഉറപ്പാണ് മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ ഉത്തരം. അദ്ദേഹമാണ് റിഫോർമേറ്റീവ് തിയറിയുടെ കാര്യപ്പെട്ട ഒരു വക്താവ്. മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ കുറ്റവാളികളെ നമ്മൾ റിഫോം ചെയ്ത് സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവരണം, അല്ലാതെ അവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, അവരെ സംരക്ഷിച്ച് നന്നാക്കി വീണ്ടും കുറ്റവാളികളല്ലാതെ ആക്കണം. ദാറ്റ് ഈസ് ദ റിഫോർമേറ്റീവ് തിയറിയുടെ ഒരു പ്രാക്ടിക്കലി ലിങ്ക്ഡ് ക്വസ്റ്റ്യനാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ലുക്കിംഗ് അറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞിൻ്റെ ലെജിറ്റിമസി തർക്കം എപ്പോഴാണ് വരിക? ഡേയ്സ് ഓഫ് ഡിവേഴ്സ് ഓഫ് ദ ലാറ്റർ ഹസ്ബൻഡ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ 209 മാസം കഴിഞ്ഞ് പിറക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ 270 ഡേയ്സ് കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിൻ്റെ, അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. എന്തുകൊണ്ട്? ആഫ്റ്റർ 9 months കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടീനെയാണ് ലെജിറ്റിമസി ടെസ്റ്റിൽ എത്ര ഡേയ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഹൂ വിൽ ബി ദ പാരൻറ്റ് ഓർ വിൽ ബി ദ ഫാദർ ഓഫ് ദിസ് ചൈൽഡ് എന്ന് ഡിസൈഡ് ചെയ്യേണ്ട തർക്കം വരുമ്പോഴാണ് നമ്മൾ ഈ ദിവസം കണക്കാക്കുക. സോ ഇറ്റ് ഈസ് ബിയോണ്ട് 280 ഡേയ്സ് ആണെങ്കിൽ അതിൻ്റെ ഏജ് വെച്ചിട്ടാണ് ദ പാരൻറ്റ്ഹുഡ് ഓഫ് ദറ്റ് ചൈൽഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലുക്കിംഗ് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ കോമൺ സെൻസിൽ നമ്മൾ പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. മുൻകൂർ ജാമ്യം ഏതൊക്കെ കോടതിയിൽ കൊടുക്കാം? അതാണ് ഇതിലെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുൻകൂർ ജാമ്യം എവിടെയൊക്കെ അപേക്ഷിക്കാം? മുൻകൂർ ജാമ്യം നമുക്ക് ഒന്നുകിൽ സെഷൻസ് കോർട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലും കൊടുക്കാം. ആൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻ ബി ഫയൽ ഐദർ ബിഫോർ എ സെഷൻസ് കോർട്ട് ഓർ ബിഫോർ എ ഹൈക്കോർട്ട്. അങ്ങനെയാകുമ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഇതിൻ്റെ ആൻസർ വരിക ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് മുൻകൂർ ജാമ്യ ഹർജി ജില്ലാ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കാം. അപ്പോൾ സാറ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ ഫയൽ ചെയ്തു എന്ന് കേൾക്കാറുണ്ടല്ലോ, അതെങ്ങനെയാണ് പോകുന്നത്? ഡയറക്റ്റ്ലി യു കനോട്ട് ഫയൽ ബിഫോർ എ സുപ്രീം കോർട്ട്. ഹൈക്കോടതി തള്ളിയ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ്റെ തള്ളിയ ഉത്തരവിൻ്റെ മേലെയുള്ള അപ്പീലായിട്ട് നിങ്ങൾക്ക് സുപ്രീം കോർട്ടിൽ പോകാം. സോ കീപ് ദിസ് ഇൻ മൈൻഡ്. ആൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻ ബി ഫയൽഡ് ഐദർ ബിഫോർ എ സെഷൻസ് കോർട്ട് ഓർ ബിഫോർ എ ഹൈക്കോർട്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ വന്നത്. വീണ്ടും ലീഗൽ മാക്സിമിലെ ഒരു ചോദ്യമാണ് വന്നത്. ലെക്സ് എസ്റ്റ് നോർമ റെക്റ്റി. ലെക്സ് എസ്റ്റ് നോർമ ലെക്റ്റി. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ആൻസർ ബി ആണ്. ലോ ഈസ് എ റൂൾ ഓഫ് റൈറ്റ്. ഒരു തെറ്റിനെ റെക്ടിഫൈ ചെയ്യുക എന്നതാണല്ലോ അതിൻ്റെ ഒബ്ജക്റ്റീവ്. ഒരു തെറ്റിനെ റെക്ടിഫൈ ചെയ്യുകയാണ് ലോയിൻ്റെ പർപ്പസ്. അപ്പോൾ ലെക്സ് നിയമം, നോർമ റെക്റ്റി എന്തിനാണ്? ശരികേടിനെ ശരിയാക്കുക. ലോ ഡിറൈവ്സ് അല്ലെങ്കിൽ ആ റൂൾ ഫോം ചെയ്യുന്ന എന്തിനാ? റൈറ്റിനെ അഡ്വാൻസ് ചെയ്യാനും റോങ്ങിനെ കുറച്ച് കൊണ്ടുവരാൻ. അതാണ് ലോയിൻ്റെ ഒബ്ജക്റ്റീവ്. ചോദിച്ചിട്ടുള്ളൊരു ലീഗൽ മാക്സിമാണ്. ഇങ്ങനെയാണ് ലീഗൽ മാക്സിം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ചോദ്യം കാണുമ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിലോ സെക്കൻഡ് വീഡിയോയിലോ ഞാൻ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു മറ്റൊരു ചോദ്യം ചോദിച്ചായിരുന്നു. റാഷ്യോ ഡെസിഡൻറ്റി പഠിക്കുമ്പോൾ തന്നെ ഓബിറ്റർ ഡിക്റ്റ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് എന്താ? ഇറ്റ് ഈസ് ഓൺലി എ കാഷ്വൽ റിമാർക്ക്, നോട്ട് വെരി റെലവൻറ്റ് ടു ദാറ്റ് പർട്ടിക്കുലർ കേസ്. കാഷ്വൽ റിമാർക്കിന് നമ്മൾ ഓബിറ്റർ ഡിക്റ്റ എന്നാണ് പറയാം. ഡിക്റ്റ, ഓബിറ്റർ, അതായത് കേസുമായി ആ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമൊന്നും ആവില്ല. ഈ മെയ്ഡ് സം കമൻറ്റ്സ്. എന്നാൽ റാഷ്യോ ഡെസിഡൻറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മളെ ബുക്കിലുള്ള അല്ലെങ്കിൽ CRPC IPC നിയമങ്ങൾ, കോൺട്രാക്ട്, ഇതൊന്നുമായി ബന്ധമുള്ള ചോദ്യമല്ല. എക്കോ മാർക്ക് ഈസ് ഗിവൺ ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്. എന്ത് സർട്ടിഫൈ ചെയ്യാനാണ് കൊടുക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ ഇതിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏതിനാണ് എക്കോ മാർക്ക് കൊടുക്കുക? ആൻസർ ബി ആണ് വരുന്നത്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കാണ് എക്കോ മാർക്ക് കൊടുക്കുക. ഡീഗ്രേഡബിൾ എന്ന് തെറ്റിപ്പോകരുത്. ഡീഗ്രേഡബിൾ ഈസ് വൺ എമംഗ് ദ ഓപ്ഷൻ ഓഫ് എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് ഉപയോഗത്തിനും ഭക്ഷണ സാധനം പാക്ക് ചെയ്യുന്നതിനൊക്കെ ഇക്കോ മാർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഗതികൾക്കാണ് നമ്മൾ ഇക്കോ മാർക്ക് കൊടുക്കുക. ഇക്കോ മാർക്ക് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങളുടെ ഉത്തരം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ അഗ്മാർക്ക് എന്തിൻ്റെ സർട്ടിഫിക്കേഷനായിട്ടാണ് കൊടുക്കുന്നത്? നമ്മൾ വാങ്ങുന്ന ചില സാധനത്തിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഒരു കവറൊക്കെ ഓർത്ത് നോക്കിയാൽ കാണാം അഗ്മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അഗ്മാർക്ക് എന്തിനെ സർട്ടിഫൈ എന്ന് നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ ഉത്തരവിടുക. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഗുണകരമായ, നിങ്ങൾക്ക് വ്യത്യസ്തമായ മേഖലകളിൽ എക്സ്പോഷർ തരുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഇതിൻ്റെ മുന്നേയും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇറക്കിയിരുന്നു. സോ ടുഡേ ബീയിങ് ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ 7 days to CLE സീരീസിലെ വളരെ യൂട്ടിലൈസേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ മാത്രം കണ്ടാൽ പോരാ, വരുന്ന 7 ദിവസവും ഓരോ ദിവസവും നിങ്ങൾക്ക് ഗുണകരമായ പാഠങ്ങളുമായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ജോബ് സെക്യൂർ അലോയ്മെൻറ്റ്സ് ടീം നിങ്ങളൊപ്പം ഉണ്ടാവും. So it's a time for your real focused preparation. So do it with the right kind of resources, because it's our pray, it is our wish. You all succeed. Let us together succeed and you score great scores in the coming CLE. All the best.